ാണ് എൻ ഡി എയുടെ വോട്ട് കേവലം 10,227 മാത്രമായിരുന്നു 2011 കെ ഹരിദാസാണ് അന്ന് അവിടെ മത്സരിച്ചത്. അന്ന് UDF വിജയിക്കുന്നു. 2016 വരുമ്പോൾ 2014 എൻ ഡി എക്ക് ഒരു വലിയ മുന്നേറ്റം, BJP ഒരു വലിയ മുന്നേറ്റം കേരളത്തിലാകമാനം ഉണ്ടാകുന്നത്. 2014 തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ ആകമാനം BJP അധികാരത്തിൽ വരുന്നു. ആ കാലത്തായിരുന്നു കേരളത്തിലും വലിയൊരു മുന്നേറ്റം ഉണ്ടായത്. അങ്ങനെ 2016 തെരഞ്ഞെടുപ്പിലേക്ക് അവിടെ MD രമേശ് എന്ന സംസ്ഥാന തലത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ മത്സരത്തിനിറങ്ങുമ്പോൾ അവിടെ മൂന്നാം സ്ഥാനം തന്നെയാണ് അപ്പോഴും ഉള്ളത്. പക്ഷേ അവിടെ 37,906 വോട്ടിലേക്ക് NDAക്ക് ഉയരാൻ കഴിയുന്നു. ഒന്നാം സ്ഥാനം വന്ന് LDF വീണ ജോർജ് എന്നൊരു പരീക്ഷണമായിരുന്നു അന്ന് LDF നടത്തിയത്. അന്ന് CPM വീണ ജോർജ് ഏതെങ്കിലും പാർട്ടി മെമ്പർ ആയതുകൊണ്ടൊന്നും അല്ലാന്ന് മത്സരിപ്പിച്ചത് ഓർത്തഡോക്സ് സഭാ സെക്രട്ടറിയുടെ ഭാര്യ എന്ന നിലയിൽ കൂടിയാണ്. ഓർത്തഡോക്സ് സഭയിൽ നിന്നുള്ള ഒരാളെ പരീക്ഷിക്കുക, മാധ്യമപ്രവർത്തകയായിരുന്ന വീണ ജോർജിനെ ആ രംഗത്തേക്ക് പരീക്ഷിക്കുന്നു. മാധ്യമപ്രവർത്തക എന്നതിനപ്പുറത്തേക്ക് ഓർത്തഡോക്സ് സഭയുടെ പ്രതിനിധിയായ ഒരാളെ മത്സരിപ്പിക്കുക. ഓർത്തഡോക്സ് സഭ സെക്രട്ടറി ആയിരുന്ന ജോർജ് ജോസഫിൻ്റെ ഭാര്യ എന്ന നിലയിൽ കൂടിയാണ് വീണ ജോർജിനെ സ്ഥാനാർത്ഥിയാകുന്നു. ആ LDFിൻ്റെ പരീക്ഷണം എന്തുകൊണ്ടായാലും അത് വലിയ വിജയം ആയി മാറുന്നു. അങ്ങനെ അവിടെ വീണ ജോർജ് 7,646 വോട്ടിന് വിജയിക്കുന്നു. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത, ശിവദാസൻ നായരെ പരാജയപ്പെടുത്തിയാണ് വിജയിക്കുന്നത്. ആലോചിക്കണം, 37,000 വോട്ട് NDA BJP സ്ഥാനാർത്ഥി പിടിച്ചു എന്നുള്ളതാണ്. പിന്നീട് 2021 തെരഞ്ഞെടുപ്പിൽ വീണ ജോർജ് തൻ്റെ വോട്ടിംഗ് നിലവാരം തന്നെ ഉയർത്തുകയാണ്. അത് 74,950 വോട്ടാണ് അന്ന് 2021 നേടുന്നത്. വീണ ജോർജിൻ്റെ ജനപ്രീതി കൂടുകയാണ് വീണ്ടും. അവിടെ UDFിൻ്റെ വോട്ട് 55,000. UDFിന് കാര്യമായി കുറഞ്ഞില്ലെങ്കിലും UDFിന് രണ്ടാം സ്ഥാനത്തേക്ക്, മൂന്നാം സ്ഥാനത്തേക്ക് അന്ന് NDAക്ക് അന്ന് കഴിഞ്ഞ തവണ മത്സരിച്ചത് ബിജു മാത്യു ആണ് മത്സരിച്ചത്. ബിജു മാത്യു മത്സരിച്ചപ്പോൾ MD രമേശ് മത്സരിച്ചതുപോലെ ഒരു മുന്നേറ്റം ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും NDAയുടെ വോട്ടിൽ വല്ലാതെ കുറവുണ്ടായി. ഏകദേശം 8,000-ഓളം വോട്ട് കുറഞ്ഞു. അങ്ങനെ 19,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അവിടെ വിജയിക്കുന്നതെന്ന് ആലോചിക്കണം. ഇതിനിടയിൽ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടി എൻ്റെ കണക്കുകൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. 2014 2021 24 3 തവണയും ജയിച്ചത് ആൻ്റണിയാണ് ജയിച്ചത്. ആൻ്റണിക്ക് 2014 58,000 വോട്ട് ആണ് ആറന്മുളയിൽ നിന്ന് ലഭിച്ചെങ്കിൽ 2020